കണ്ണൂരിൽ ലഹരിമരുന്നുമായി യുവാവും യുവതിയും അറസ്റ്റിൽ. മെത്താഫെറ്റമിൻ, MDMA, ഹാഷിഷ് ഓയിൽ എന്നിവയുമായാണ് മുഹമ്മദ് മസൂദ്, സ്നേഹ എന്നിവർ പിടിയിലായത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ. മുഹമ്മദ് മസൂദും അതോടൊപ്പം തന്നെ സ്നേഹയും ജില്ലയിലെ ലഹരിക്കടത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്നതാണ് എക്സൈസ് പറയുന്നത്. എക്സൈസ് സംഘം കുറുവ ബീച്ചിനു സമീപമുള്ള റിസോർട്ടിൽ നിന്നാണ് ഇന്നലെ ഇവരെ പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ ആ റിസോർട്ടിലെ മുറിയിൽ നിന്ന് പിടികൂടുമ്പോൾ ഇവരുടെ കയ്യിൽ 4 ഗ്രാം മെത്താഫെറ്റമിനാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടറിൽ നിന്നും കൂടുതൽ MDMA അവർ പിടികൂടി. MDMAയും അതോടൊപ്പം തന്നെ ഹാഷിഷ് ഓയിലും പിടികൂടി. ഇവർ ലഹരിക്കടത്തിൽ തന്നെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്നറിഞ്ഞതോടെ പോലീസ് ഇവരെ എക്സൈസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. അങ്ങനെയാണ് 184 ഗ്രാം മെത്താഫെറ്റമിനും അതോടൊപ്പം തന്നെ 89 ഗ്രാം MDMAയും 12 ഗ്രാം ഹാഷിഷ് ഓയിലും എക്സൈസ് പിടികൂടിയിട്ടുള്ളത്. അതായത് ലാർജ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലഹരി മരുന്നാണ് ഇവരുടെ പക്കൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ നിന്നും ലഹരി മരുന്ന് ചില്ലറയായി വാങ്ങി ഈ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്ന സംഘങ്ങളുണ്ട്. അവരിലേക്കെല്ലാം അന്വേഷണം പോകും. ഇവർ അതിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്നതാണ് എക്സൈസ് പറയുന്നത്. ഇവർ നേരത്തെ തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇവർ പ്രത്യേകിച്ച് ബംഗളൂരു അതോടൊപ്പം തന്നെ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഹരി മരുന്ന് എത്തിച്ച് കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നു എന്നതായിരുന്നു എക്സൈസ് കണ്ടെത്തിയത്. ഇതിൽ ഈ പ്രതികൾ, അതായത് ഇതിൽ മസൂദ് 1 മാസം മുമ്പാണ് ഈ ലഹരി കടത്ത് കേസിൽ ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തത്. അത് 150 ഗ്രാമിന് മുകളിൽ മെത്താഫെറ്റമിൻ പിടികൂടി 1 വർഷം മുമ്പ് ജയിലിൽ ശിക്ഷ അനുഭവിച്ച് വരികയായിരുന്നു. 1 മാസം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അതിനുശേഷമാണ് വീണ്ടും ഈ ലഹരിക്കടത്തിലേക്ക് തന്നെ കടന്നത്. എക്സൈസിന്റെ കൃത്യമായ നിരീക്ഷണം, അന്വേഷണം, അതിലൊടുവിലാണ് ഇന്നലെ കുറുവ ബീച്ചിന് സമീപമുള്ള റിസോർട്ടിൽ വെച്ച് ഇവരെ 2 പേരെയും എക്സൈസ് പിടികൂടിയത്. ഉന്മേഷ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.